ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഷാബു ജയശ്വരിയും ചിക്കൻ കറിയും ബാക്കി പരിപാടികളാണ്. നമുക്കൊന്ന് പോയാൽ ഓക്കെ. ഇതാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കരുതുന്നു. ചിക്കൻ കഴിക്കുന്നുണ്ട്, പിന്നെ മധുവത്തിനും അൽഫാമിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. പച്ചക്കറി അരിയണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. കസൂരി ക്ലീനിൻ്റെ ചിക്കൻ ഗൈസ്, കോഴി ക്ലീനിങ്, ചിക്കൻ ക്ലീനിങ്, പിന്നെ പച്ചക്കറിയും കുറച്ച് പൊടികൾ, മസാല, അരി, കുക്കർ വലുത്, കുക്കർ വലിയ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒറ്റ നാറ്റോ ഗ്യാസ് മറ്റേ സാധനമാണ്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിടിപ്പിക്കണേ തലമ്മേ. ഇവിടെ രണ്ട് കൈ കൊണ്ട് ബോക്സ് തുറന്നിക്കട. ഇവിടെയാണ് ഗ്രിൽ സെറ്റപ്പ്. ഇവിടെയാണ് ഗ്രിൽ സെറ്റപ്പ്. ഇവിടെയാണ് ഓക്കെ. എന്നാ പണികൾ നടക്കട്ടെ. മസാല സൂപ്പറാ. എരിവുണ്ടോ? കുറച്ചുകൂടി കൂട്ടിയോ? ഉപ്പോ? എന്താ പച്ചമസാല? അതുണ്ടാവണം. ആയിക്കന്നെ വരും. കേൾക്കുന്നുണ്ട് ഗൈസ്. പെർഷ്യന്ന് വന്ന അൻഷാൽ നമ്മളിന്നുണ്ടാക്കാൻ പോണത് ഒരു കിലരി അവസാനം അറിയാവുന്ന ലെവല് ഇതുവരെ ഉണ്ടാക്കിക്കണം. അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത് കാശ്. പക്ഷെ ഇത് പാടുമല്ലേന്ന് കണ്ടറിയാം അവസാനം. മാഷാല്ലാ മാഷാല്ലാ. സമയത്തല്ലേ? അതുണ്ട മതി. അങ്ങനെ പറ്റുമോ? എന്തോ ആ തുണി നിർത്തരും. അല്ല ഇത് പിന്നെ തോർത്ത യൂസ് ചെയ്തിട്ടാലും തോർത്ത മജാപ്പ മജാപ്പ ഫുഡല്ലേ ഒരു ഇതുമില്ല. ഫുൾ റെക്കോർഡില്ല. മാഷാല്ലാ മാഷാല്ലാ. എടാ ഞാനും ഇതിലുണ്ടോ? നിനക്ക് പൊക്കുമ്പോ ചെയ്യാതെ നോക്കി പൊക്ക്. സൈഡിക്ക് പൊക്കിക്കോ. നിനക്ക് ഞാൻ തോർത്ത് മാറി മതി.
മാറ് ചോറ് കൊള്ളരുതട്ടെ അതിനുണ്ടാവുള്ളി അതന്നെ ചോദിച്ചേ ഇല്ലല്ല ഇല്ലല്ല വെള്ളം കുടിക്കുന്നല്ല അത് ഇതാണ് പോയാലേ മധുത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അത് അത്രേ ഉള്ളൂ ദുബായ് മധുത്ത് നിന്ന് വന്ന് നമുക്ക് കരിയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഇതാണ് ചെറിയൊരു ഇതുണ്ടാവും അതൊന്നുമില്ല നോക്കിട്ട് സാധനം റെഡി ഇതാ ലെവല് തിന്നോക്കിട്ട് അറിയാം തരില്ല പോയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നമ്മളെ സാധനം സെറ്റാണ് യൂട്യൂബർ ആട്ടോ സാധനം എങ്ങനെ നോക്കാം മിക്സ് ആക്കണം ഒന്ന് ചൂടാറി ചൂട് കട്ടാവട്ടോ ചൂടാണെങ്കിൽ തിന്നാലോ ചൂടിൻ്റെതായ ലെവലാവും ഒരു ഗ്ലാസ് കൂടി കൊണ്ടുണ്ടേ കേട്ടോ ചൂടൊന്നും എങ്ങനെയുണ്ട് സൂപ്പറായി എത്ര കൊടുക്കും 10 എങ്ങനെയുണ്ട് സമയല്ല ഷെരീഫ് എവിടെ ഫോണില് ഓക്കെ ഷെരീഫ കഴിക്ക് ഹലോ ഗായ്സ് അപ്പോൾ പിറ്റേന്ന് രാവിലെ എല്ലാവരും നല്ല കിറങ്ങിയിരിക്കുകയാണ് 1:04 ഉണ്ട് അതിന്റെ ഇടയില് പറ സംഗതി എന്താ വെച്ചാല് രാവിലെ ഒരു 6 മണിക്ക് ഒരാള് വിളിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി. വെള്ളം തെരഞ്ഞു പോയിട്ട് അവസാനം ഒരു കുപ്പി കണ്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് കുടിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് അത് പെനോയിലാണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. പക്ഷെ പെനോയില അല്ലായിരുന്നു, അത് റൂം സ്പ്രേ ആയിരുന്നു. സ്റ്റിൽ അലൈവായിട്ട് നിൽക്കുന്നുണ്ട്, ഫുൾ ബോഡി കാണിച്ചു. എപ്പോ വാങ്ങിച്ചാലും മരണപ്പെടാന്നുള്ള ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ബാക്കി ടെൻഷൻ എന്താ വെച്ചാല് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആരും വീട്ടൊന്നുമില്ലാണ് ഇപ്പൊ ടെൻഷൻ. സുഖമായി പോണം. എന്തായാലും പറയാം, മരണത്തിന് മുന്നേ അന്ത്യാഭിലാഷമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ആഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇനിയിപ്പോ ഞങ്ങളായിട്ട് അതിന്റെ ഇടയിൽ ഇവിടെ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. എന്ത് പ്ലാനിങ്ങാ ബ്രോ? ഗോ കാർട്ടിങ്. അതിന്റെ ഉള്ളില് ഷെരീഫിനെ രാത്രി കാണാനല്ല. ഞാൻ എല്ലാ റൂമും തപ്പുക. 3 റൂമല്ലേ ഉള്ളു നമ്മളെ മൈൻഡില്. ഞാൻ സേഫ് റൂമില്. ഇതിന്റെ ഇടയില് തുരങ്കത്ത് കയറി കടന്നിട്ടുണ്ട് ഒരാള്. സിയാദ് ഒറ്റക്ക് സിയാദിനെ ഇടങ്ങറാക്കണ്ട. അപ്പൊ കൂട്ടത്തില് അല്ല അങ്ങനെ അപ്പൊ നോക്കേ വരാം. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മള് സ്കൂളിലാണ് പോവാണെന്ന്. എപ്പോ പോകും? ചെക്കൗട്ട് പോവാം. 11 മണിക്ക് ചെക്കൗട്ടാണ്. ഫുഡ് കഴിച്ചിട്ട് പോണം. ഇനി കുറച്ച് പ്ലാനുകളുണ്ട്. വയനാട് എവിടെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണം. ഓക്കെ, ബൈ. നമ്മളെ ഫുഡ് ഇത് കടലക്കറി, ബ്രെഡ്, ജാം, മുട്ടക്കറി, മുട്ടയും ഉണ്ട്. മറ്റേന്താ വെള്ളപ്പം, നൂൽപുട്ട്.
ചായ ഉണ്ടാക്കണ്ടേ? ചായ ഇനി പോകുമ്പോ കുടിക്കുക. അതെ ഓക്കെ ഓക്കെ ഗായ്സ്, ഞാൻ കുളിച്ച് മാറ്റി പോവല്ല പ്രിപ്പറേഷനിലാണ്. തിന്നിട്ട് വണ്ടി കയറിയിട്ട് വരഞ്ഞ്. ഹേ ഗായ്സ്, അപ്പോൾ ഇവിടെ സ്റ്റേ കഴിഞ്ഞു. വാട്ട് യു സേ ആൻഡി? ആ ഗായ്സ്, ഇപ്പോൾ നമ്മളെ സ്റ്റേ കഴിഞ്ഞു. ഒന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ കവർ ചെയ്യും. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തെല്ലാം പറയാം. ഗായ്സ്, നമ്മള് ഗോകാർട്ട് ചെയ്യാൻ വന്നിട്ടാണ്. എങ്ങനെ സെറ്റപ്പ് നമുക്ക് നോക്കട്ടെ. എന്താ എത്ര? 4 ലാപ്പിന് 400, 6 ലാപ്പിന് 500. ഏതാച്ചെടുക്കാം? എക്സൈറ്റഡ്? അതിലെത്ര ബാലൻസ് നോക്ക്. ജി കാർഡ് കേട്ടോ. ആ കാർഡ് ഇതാണ് സംഭവം. അതാണ് നമ്മൾ ട്രാക്ക്. അതാണ് വണ്ടി. വയലല്ലേ 5 വണ്ടിയുള്ളൂ. അപ്പൊ 3 വണ്ടിയാണ്. ആദ്യം 3 6 ലാപ്പ് മിനിറ്റല്ല 5 വണ്ടി ഉള്ളു. 2, 3, 4, 5 ഒന്ന് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അത് പണിക്കിട്ടുക. എന്താ പറയാനുള്ളത്? ബാക്കി സ്ക്രീനിൽ കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലെറ്ററോ മരിക്കോ? ഫുൾ ബ്ലാക്ക് സ്പോട്ടാണ്. $200 ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അല്ല സീല്ല വേണ്ട, കാരണം 3 ആളുള്ളൂ. എന്ത് എൻ്റെ സബ്മിറ്റ് ചെയ്ത പക്ഷേ ആധാരമൊക്കെ കൊടുക്കണ്ടോ? എന്തൊക്കെ കഴിക്കണേ? ഏജ് ഇതാരെ ഫോണാണ്? ഫവാസ് പറഞ്ഞിട്ട് ഇമെയില്. എത്ര കൊടുത്ത് ക്രെഡിറ്റ്? 3000 പൈസ എറിഞ്ഞു. ഗായ്സ് അല്ലല്ല, അത് കോടയാണ്. ആ പറമ്പെന്നൊക്കെ വരുന്നുണ്ട്. കത്തിച്ചതും പോച്ചതൊന്നുമല്ല. ഈ വണ്ടി ഓടിക്കാറില്ല കുഴപ്പമുണ്ടോ?
അത് പ്രശ്നമില്ല, അത് നമുക്ക് മനസ്സിലാവും. ഒരു ലാപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. 73 വ്ലോഗിൽ പറയണ്ട. 73 കിട്ടിയില്ലേ? നമ്പർ കിട്ടിയാ? ഏജ് 23 കന്യാക. ഈ കപ്പടിക്കോ? ഇപ്പൊ കിട്ടും, കുഴപ്പമില്ല. ഓ മോനെ, ക്ലൈമറ്റ് ആ ജലറിഞ്ഞ കത്തിച്ചിക്കാണ് പുകച്ചിക്കാണ്. നല്ല ക്ലൈമറ്റാണ്. ഓക്കെ ഓക്കെ. ഏത് ഗ്രീന്? ഓക്കെ. ഒരുമിച്ച് പ്രസ് ചെയ്ത് ഓടിക്കാൻ പാടില്ല, 1 by 1 ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ആക്സിലറേറ്റർ ചോദിക്കുമ്പോൾ ബ്രേക്ക് ലീവ് ചെയ്യണം. അതുപോലെ ഇവിടെ കൈ ടച്ച് ചെയ്യാൻ പാടില്ല, എക്സോസ്റ്റ് ആണ്. ചൂട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സ്റ്റിയറിംഗ് ഹാർഡാണ്, പവർ സ്റ്റിയറിംഗ് അല്ല, ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് കൊടുക്കുന്നത്. ടേൺസ് ഒക്കെ കംപ്ലീറ്റ് ആണ്. പിന്നെ നമുക്ക് സസ്പെൻഷൻസ് ഇല്ല, മാത്രമേ ഉള്ളൂ. എവിടെയും പോയി നല്ല ത്രോട്ടിലൊന്നും പോയി ഇടിക്കരുത്. ഇടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇമ്പാക്ട് ചെയ്യുന്ന സേഫ്റ്റി ഇഷ്യൂസ് ഇടിക്കുന്ന ആളെ സസ്പെൻഡ് ചെയ്യും. നല്ല ത്രോട്ടിൽ ഇരിക്കുന്നു, ചെറിയ ക്രാഷ് ഒന്നും കുഴപ്പമില്ല. നല്ല സ്പീഡിലൊക്കെ ഇരിക്കുന്നത് സേഫ്റ്റി ഇഷ്യൂസ് സസ്പെൻഡ് ചെയ്യും. ആ സസ്പെൻഡ് ചെയ്ത ആളെ സ്കിപ്പ് ചെയ്തു. ഈ ഡാമേജ് ഒന്നും വരുത്താൻ പാടില്ല. മേജറായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ വരികയാണെങ്കിൽ ബെൻഡാവുന്ന രീതിയിലൊക്കെ ഒരു ലാപ്പ് ഡിസ്റ്റൻസ് കീപ്പിയിട്ട് സ്പീഡ് ഓടിക്കാം. ആദ്യം തന്നെ സ്പീഡ് ഒരു ട്രെയിനിങ് നിങ്ങൾ എത്ര ലാപ്പ് എടുത്താൽ? 6 ഒരു ലാപ്പ് എടുത്താൽ. ഓക്കെ, അല്ല കത്തിച്ച് കത്തി 2 കണ്ണട കിട്ടണ്ടേ? ഫ്രെയിമാണോ? റീലിട് നമുക്ക് ആദ്യം നമുക്ക് റീൽ ഉണ്ടാക്കേണ്ട. ഇനി ഗൈസ് ഇനിയിപ്പോ ഇത് തുടങ്ങിയിട്ട് വരാം. ഓക്കെ ബൈ. ആ പോടും അത് അവിടെ നിന്നോ ശ്രീഹരി? അതെ, അത് ഓവർടേക്ക് ചെയ്ത് വരുന്നു. അത് കറക്കുണ്ട്. ശരീഫായി ശരി, പവർ അങ്ങനെയല്ല. ഇത് കൂടെ എന്താ ഇങ്ങനെയാണ് വരിക? ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടുന്ന് കറക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇതിലേക്ക് അവിടെ നിൽക്ക്. എന്തൊക്കെ കൂടെ വരാൻ പറ്റില്ല. ഇയാളെന്ന പാട്ടും പാടിയിരുന്നു. തന്നെണ്ണം താനത്തിരാടി. പോയി വന്നവർക്ക് എന്താ പറയാനുള്ളത്? നല്ല സൂപ്പർ പറയൂ. വണ്ടി ഓടിക്കാൻ വയ്ക്കാത്തതുകൊണ്ട് പോരാ, ബട്ട് നമുക്ക് രണ്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രീഹരിനെ അവിടെ നിന്ന് കട്ട് ചെയ്തു. ഒക്കെ അടിപൊളി. എന്താ എക്സ്പീരിയൻസ്? എന്റെ അവസ്ഥ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. സൂപ്പർ. നല്ല മഴ, ആകെ വെള്ളത്തിൽ നനഞ്ഞു. ഇവര് രക്ഷപ്പെട്ടു. നമ്മള് സെപ്പറേറ്റ് എന്താ അവസ്ഥ? ഒന്ന് വിളിച്ചോ യസുര? ഒന്ന് വിളിച്ചോ യസുര? ഇത് വലിപ്പുണ്ടല്ലോ.
ടിഷ്യൂ ഉണ്ടാക്കും. ഇല്ല. ഒരു മാംഗോസ് എടുക്കും. അതങ്ങനെ പോരും. അതിന് എത്ര ഇല്ല? ഒരു 3 ഉണ്ടാവുള്ളൂ. കടിച്ചെടുക്കും. അങ്ങനെ തന്നെ. എന്ത് കണക്കടല്ലേ? 5 6 1 2 3 4 5. ഒന്നാ ഉണ്ണി സ്ഥലത്തേക്ക് വലുതല്ലേ? ഒന്ന് പൊട്ടിക്കാത്ത ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞ മധുരം ഉണ്ടാവില്ല. നോക്കട്ടെ. എന്ത് സാധനം എന്താ? ഇതൊന്ന് ഒരു കഷ്ണം എന്താ? അതിനൊരു കഷ്ണം എന്താടാ? ഇവിടെ കൂടെയാണ്. ബ്രോ ബ്രോ സൂപ്പർ ക്ലൈമറ്റ്. എങ്ങടാ? ഇതോടെ ഈ ട്രിപ്പ് കഴിയാണ്. 1 മന്തിൽ എത്രത്തോളം കോസ്റ്റ്? എന്താ പറയുക, എന്താ കഴിഞ്ഞു അവസാനത്തെ ഫുഡാണ്. അവസാനത്തെ ഫുഡ് എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ പോകെ 5 മണിക്കല്ല. അത് പ്രതിമ മക്കളെ നാളെ ഡ്യൂട്ടിക്ക് പോകണം. ഞായറാഴ്ച ഡ്യൂട്ടി ഫുഡ് കഴിക്കണം. ഫുഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല. ഭയങ്കര തിരക്കാണ്. പറഞ്ഞോ, ഡെലീഷ്യ. ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് പറയാം.